സ്കൂളിൽ റീയൂണിയൻ നടക്കുകയാണ്. ആലപ്പുഴയിലെ ഒരു സ്കൂളാണ്. അപ്പോൾ ആ റീയൂണിയൻ അവർ കുറച്ച് വ്യത്യസ്തമാക്കിയത് അവരുടെ പ്രിയപ്പെട്ട രണ്ടുപേർ തമ്മിലുള്ള ഒരു വിവാഹത്തിൻ്റെ പുനരാവിഷ്കാരത്തിലൂടെയാണ്. എങ്ങനെയാണെന്ന് നോക്കാം. നന്ദി പറയുന്നു. സമ്മതമാണോ? സുമയ്ക്ക് ജേക്കബ് ചെറിയാനെ കല്യാണം കഴിക്കാതിരിക്കാൻ സമ്മതമാണോ? ചൂരന്മലയും നേപ്പാളിയും ഒക്കെ ഉണ്ടായിട്ടുള്ള താഴ്ത്തി വെച്ചതുമായ ഒരുപാട് വീടുകൾ. ശരി, ആലപ്പുഴയിലെ ഈ ഒരു റീയൂണിയൻ ആഘോഷത്തിനിടയിലാണ് ഇങ്ങനെ ഒരു കല്യാണം കൂടി നമ്മൾ കണ്ടത്. അപ്പോൾ രഘു നമ്മളോട് പറയും. രഘു, ആലപ്പുഴയിൽ ഇടയ്ക്കിടയ്ക്ക് ഇത്തരം കൂടിക്കാഴ്ചകളൊക്കെ ഉണ്ട്. അതെങ്ങനെ വ്യത്യസ്തമാക്കാമെന്നൊക്കെ ചിന്തിക്കുകയാണ്. ഈ ആഘോഷിക്കുന്നവർക്ക് ചിരിയാണ്, പക്ഷെ അതിൽ നടുക്ക് നിൽക്കുന്നവരുടെ മുഖത്ത് ചെറിയ ചമ്മലൊക്കെ ഉണ്ടാവും, സ്വാഭാവികമാണ്. എന്തായിരുന്നു പരിപാടി? രണ്ടാഴ്ച മുൻപ് ഞാനും ദീവീഷും ഇതുപോലെ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തെക്കുറിച്ച് സംസാരിച്ചതാണെന്ന് തോന്നുന്നു. ആലപ്പുഴ SB കോളേജിൽ 50 വർഷം മുൻപ് പഠിച്ച വിദ്യാർത്ഥികളാണ് അന്ന് അവിടെ ഒത്തുകൂടിയത്. അവരെ പഠിപ്പിച്ച അധ്യാപകരും ഒക്കെ വന്നിരുന്നു. സംസ്ഥാനത്തല്ല, ലോകത്ത് പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള സംഗമങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമ്മൾ തന്നെ എത്രയോ സംഗമങ്ങളിൽ എല്ലാ വർഷവും പങ്കെടുക്കുന്നു. പ്രത്യേകിച്ച് ക്ലാസ്മേറ്റ് സിനിമയൊക്കെ ഇറങ്ങുകയും വാട്സാപ്പും ഫേസ്ബുക്കും ഒക്കെ സജീവമാവുകയും ചെയ്തപ്പോഴാണ് ഇത്തരത്തിൽ സജീവമായൊരു ഇടപെടൽ ഉണ്ടാകുന്നത്. ഒരു പക്ഷേ അവരുടെ ഒരു മാനസിക സന്തോഷം എന്നതിനപ്പുറം പലപ്പോഴും ഒരു മീഡിയ അറ്റൻഷൻ കിട്ടാൻ കൂടി വേണ്ടിയാണ് ഇത്തരത്തിലുള്ള വ്യത്യസ്തമായൊരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എന്തായാലും അതുകൊണ്ടൊക്കെ മനുഷ്യർക്ക് സന്തോഷമുണ്ട്, ആനന്ദമുണ്ട്. ആ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കാണാം. 50 വയസ്സ് പിന്നിട്ട ആളുകളാണ് എല്ലാവരും. ഒരുപക്ഷെ അവർ ഈ വിവാഹ വാർഷികം ആഘോഷിച്ച ആൾ സൈന്യത്തിൽ നിന്ന് വിരമിച്ച് വിശ്രമ ജീവിതം നയിക്കുന്ന ആളാണ്. അത്തരത്തിൽ ജീവിതത്തിൻ്റെ ഒരു വിശ്രമ കാലഘട്ടത്തിൽ ഇത്രയൊക്കെ സന്തോഷമുണ്ടാകുന്നത് മനുഷ്യർക്ക് വളരെ ഒരു എനർജി, ജീവിക്കാൻ മുന്നോട്ടുള്ളൊരു ഊർജ്ജം നൽകുന്ന കാര്യമാണ് എന്ന് മാത്രവുമല്ല, പലപ്പോഴും ഇത്തരത്തിലുള്ള പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളൊക്കെ മനുഷ്യർക്കും വലിയ ഗുണമാകാറുണ്ട്. വൈറലാകുക അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്യാം, പക്ഷെ അതൊക്കെ ആളുകൾക്ക് സന്തോഷം പകരുന്നതാണെങ്കിൽ നല്ല കാര്യമാണ്. ചുറ്റുമുള്ളവരുടെ ചിരി കൂടുതൽ ആളുകളിലേക്ക് ആ ചിരി പടർത്തുക എന്നത് ഏറ്റവും നല്ല കാര്യം കൂടിയാണല്ലോ. അപ്പോൾ ശരി, അവർക്ക് എല്ലാവിധ ആശംസകളും. ശരി രഘു.